ശ്രീ മോഹൻ വർഗീസ്, ശശി തരൂർ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇപ്രകാരമാണ്. അടുത്തിടെയുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗം 5 പ്രധാന രാഷ്ട്രങ്ങളോട് വിശദമാക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ദേശീയ താല്പര്യം ഉയർന്നു വരികയും എൻ്റെ സേവനം അനിവാര്യമാക്കുകയും ചെയ്യുമ്പോൾ അതിനായി കാത്തിരിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യില്ല. ജയ് ഹിന്ദ്. ഇങ്ങനെയാണ് ശശി തരൂർ കുറിച്ചിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഏത് നിമിഷവും എങ്ങനെയും പ്രവർത്തിക്കാൻ സന്നദ്ധനാണ് എന്നുള്ളൊരു വലിയ ആഹ്വാനമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ശശി തരൂരിനോട് ഇങ്ങനെ ഒരു സമീപനം വെച്ച് പുലർത്തുന്നത്? വലിയ ആശയക്കുഴപ്പമാണ്. ശശി തരൂരിനെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് അമേരിക്കയുമായും ബ്രിട്ടനുമായും ഒക്കെ സംസാരിക്കാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായത്. കോൺഗ്രസ് പാർട്ടിയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഔപചാരികമായി തന്നെ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജു ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്തെ 4 പേരെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി 4 പേരുകളാണ് സജസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് പാർട്ടിയുടെ മുൻ ക്യാബിനറ്റ് മന്ത്രി കൂടിയായ ആനന്ദ് ശർമ്മ, അതുപോലെ കോൺഗ്രസ് നേതാവ്, ഇപ്പോഴത്തെ ലോക്സഭയിലെ കക്ഷി ഉപനേതാവ് അധീർ രഞ്ജൻ ചൗധരി, ആസാമിൽ നിന്നുള്ള ഗൊഗോയ്, അതുപോലെ മറ്റു 2 പേര്, ഇവരെല്ലാം ചേർത്തുകൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തു. പക്ഷേ ആ ലിസ്റ്റ് അല്ല പരിഗണിച്ചത്. മുൻകൂട്ടി തന്നെ എത്തിച്ചേർന്ന് ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഏതാനും പേര്, അതിൽ ശശി തരൂരിനാണ് ഏറ്റവും തലപ്പൊക്കം എന്ന് നമുക്ക് കാണാം. മറ്റ് 2-3 പേര് കൊണ്ടുണ്ട്. ഗുലാം നബി ആസാദ്, ഒരു കാലത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു, പിന്നീട് പുറത്തു പോയതുമായ ഗുലാം നബി ആസാദ്, അതുപോലെ സൽമാൻ ഖുർഷീദ്, മുൻ കേന്ദ്രമന്ത്രി, വിദേശകാര്യ ചുമതല കൂടി ഉണ്ടായിരുന്നു സൽമാൻ ഖുർഷീദ്. അങ്ങനെ കോൺഗ്രസ് നേതാക്കളെ, മുൻകാല കോൺഗ്രസ് നേതാക്കളെയും ഇപ്പോഴും കോൺഗ്രസിലുള്ള നേതാക്കളെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുൻകൂട്ടി തന്നെ പിക്ക് ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ അത് കോൺഗ്രസ് പാർട്ടിയെ വലിയ രീതിയിലാണ് അലോസരപ്പെടുത്തുന്നത്. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ വിപ്പൊന്നും ഇതിന് ബാധകമല്ല. കാരണം ഇത് രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയതാണ്. അതിൽ നിന്നും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പിന്മാറിക്കഴിഞ്ഞാൽ ഇത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ് ക്ഷീണം. പക്ഷെ കോൺഗ്രസ് അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ശശി തരൂരിന്റെ പേര് സ്വാഭാവികമായി 1ാമത്തെ പേരുകാരനായി വരേണ്ടത് ഡോക്ടർ തരൂറാണ്. ഇപ്പം തന്റെ വാഗ്വിലാസം കൊണ്ടും തന്റെ ധിഷണാശക്തി കൊണ്ടും ലോകപരിചയം കൊണ്ടും ഐക്യരാഷ്ട്ര സംഘടനയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ പദത്തിൽ ഇരുന്ന ആളായതുകൊണ്ട് ശശി തരൂർ നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ ഗ്ലോബലി. അതുകൊണ്ട് അമേരിക്കയുമായി ഉൾപ്പെടെ, യൂറോപ്യൻ സമൂഹമായി ഉൾപ്പെടെ സംസാരിക്കാൻ ഇന്നത്തെ നിലയിൽ ഏത് രാഷ്ട്രീയക്കാരെ എടുത്തു നോക്കിയാലും ശരി, ഏറ്റവും ഉചിതനായ വ്യക്തി ഡോക്ടർ ശശി തരൂറാണ് എന്ന് അത് BJPയുടെ അറിവല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അറിവല്ല, കോൺഗ്രസിന്റെ കൂടി അറിവാണ്. എന്തുകൊണ്ട് തരൂർ കോൺഗ്രസ് ഇല്ലാതെ പോയി എന്നത് ന്യായമായി തരൂർ ഉയർത്താവുന്ന ഒരു ചോദ്യമാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ഉയർത്താവുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ തരൂർ ഒരു പക്ഷേ വേറിട്ട ലൈനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ദേശസ്നേഹം, BJP ഉയർത്തുന്ന ഒരു ദേശീയത, അതിനെ പൂർണ്ണമായി എൻഡോഴ്സ് ചെയ്യുന്ന, പ്രത്യേകിച്ച് മോദിയുടെ വിദേശ നയത്തെ പൂർണ്ണമായി അനുകൂലിക്കുന്ന ഒരു രീതിയിലാണ്. മറ്റു നയങ്ങളെ ഒരു പക്ഷേ തരൂർ വിമർശിച്ചേക്കാം. അദ്ദേഹത്തിന് അതിനുള്ള ലൈസൻസ് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നു, കോൺഗ്രസ് പാർട്ടി കരുതുന്നു. അദ്ദേഹത്തിന് അതിനുള്ള ലൈസൻസ് ഇല്ല. കോൺഗ്രസിനെ അല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്, അദ്ദേഹത്തെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യാനായി ഒരു അവസരം വിദേശ രാജ്യങ്ങളിൽ ലഭിക്കുന്നു എന്ന് പറയുന്നത് തരൂർ ഒരുപക്ഷെ ആഗ്രഹിച്ചിരുന്ന ഒരു പദവിയാണ്. പക്ഷെ തരൂരിന് പലരും ചാർത്തിക്കൊടുത്ത ഒരുപാട് വിശേഷണങ്ങളുണ്ട്. കേരള മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്നു, കേന്ദ്രമന്ത്രിസഭയിൽ BJPയിൽ ചേർന്നുകൊണ്ട് കേന്ദ്രമന്ത്രിസഭ രാജ്യസഭയിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി പദത്തിന് എന്തുകൊണ്ട് അയോഗ്യനാണ്? ഒരുപക്ഷെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ ആകാൻ യോഗ്യനായ ആളാണ്. കോൺഗ്രസ് അധികാരത്തിലില്ല എങ്കിൽ BJPയുടെ കെയർ ഓഫിലെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെയാകാം, അല്ലെങ്കിൽ ഗവർണർഷിപ്പ് എങ്കിലും. ഇങ്ങനെ ഒരുപാട് ഊഹാപോഹങ്ങളുണ്ട്. എന്റെ വ്യക്തിപരമായ ഒരു സുചിന്തിതമായ അഭിപ്രായം, തരൂർ ആഗ്രഹിക്കുന്നത് വിശ്വ പൗരൻ എന്ന സ്റ്റേറ്റസ് നിലനിർത്താൻ തന്നെയാണ്. അതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഷോക്കേസിംഗ് ഇന്ത്യ എബ്രോഡ്, ഇന്ത്യയെ വിദേശത്തെ ഷോക്കേസ് ചെയ്യാൻ ഇന്നത്തെ നിലയിൽ തരൂറിനേക്കാൾ മിടുക്കനായ ഒരാളില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു, ഒരുപാട് പേര് വിശ്വസിക്കുന്നു. അത് തന്നെയാണ് അദ്ദേഹം എല്ലാത്തിലും ലഭിച്ചത്. അപ്പോൾ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പദവി ലഭിക്കുമ്പോൾ 2 കൈയും നീട്ടി അത് സ്വീകരിക്കുന്ന ഡോക്ടർ തരൂരിനെയാണ് കാണുന്നത്. അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി കാണും. പക്ഷെ കോൺഗ്രസിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു. അവർ കൊടുത്ത ലിസ്റ്റിൽ തരൂർ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി, BJPയുടെ ലിസ്റ്റിലും തരൂർ ഉണ്ടാകുമെന്ന്
മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തരൂരിന്റെ പേര് ഇട്ടുകൊണ്ട് മുഖം രക്ഷിക്കാമായിരുന്നു. പക്ഷെ കോൺഗ്രസ് പാർട്ടി കൊടുത്ത 4 പേരുകളിൽ ഒന്നുപോലും പരിഗണിച്ചില്ല എന്നുകൂടി ഓർക്കണം. ഘടകകക്ഷികൾ എല്ലാ കക്ഷികളോടും അഭിപ്രായം ചോദിച്ചു, ഓരോരുത്തരുടെ പേര് ചോദിച്ചു. സുപ്രിയ സുലെയുടെ പേര് വന്നു. ശരത് പവാറിന്റെ മകൾ മഹാരാഷ്ട്രയിൽ നിന്ന് NCP നേതാവ് സുപ്രിയ സുലെ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ, ഒരു ടീം ക്യാപ്റ്റനാണ്. അതുപോലെ കരുണാനിധിയുടെ മകൾ സ്റ്റാലിന്റെ സഹോദരി യുടെ പേര് വന്നു. കനിമൊഴിയുടെ പേര് വന്നു. കനിമൊഴിയുടെ പേര് അക്സെപ്റ്റഡ് ആയി. അപ്പൊ അതിന് കുഴപ്പമില്ലല്ലോ. അതുപോലെ അപ്പൊ ഈ 3 പേരാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും കോൺഗ്രസ് നേതാവ് തരൂർ, അതുപോലെ DMKയുടെ നോമിനിയായി കനിമൊഴി, NCPയുടെ നോമിനിയായി സുപ്രിയ സുലെ. അപ്പൊ ഇതിന്റെ എല്ലാം സെലക്ഷനകത്ത് ചില മാനദണ്ഡങ്ങൾ, വനിത എന്ന മാനദണ്ഡം, ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന കഴിവ്, ഇംഗ്ലീഷ് ഭാഷയിലുള്ള അവഗാഹം, ഇതിനെല്ലാം തന്നെ ഒരു റീജിയണൽ സ്പ്രെഡ് ഉണ്ട്. ഒരു പക്ഷേ ബീഹാറിൽ നിന്ന് 2 പേരുണ്ട്. ഇപ്പം ഈ BJPയുടെ ഒരു നേതാവ് BJPയുടെ ഒരു നേതാവ് ഘടകകക്ഷി ജനതാദൾ യുണൈറ്റഡിന്റെ നേതാവുമുണ്ട്. അപ്പം എല്ലാ ഒറീസയിൽ നിന്ന് ഒരാളുണ്ട്. അങ്ങനെ 7 കമ്മിറ്റികൾ, 7 ടീമുകൾ, 7 ടീമിന്റെയും ക്യാപ്റ്റന്മാർ റെഡിയായി. അതിലെ 3 ക്യാപ്റ്റൻഷിപ്പ് ഓപ്പോസിഷൻ കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് സംരക്ഷിച്ചിരിക്കുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുകയും അതേസമയം കോൺഗ്രസിന്റെ നേതാവിനെ കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു നിലപാട് ഔപചാരികമായി വിദേശത്ത് അറിയിക്കുകയും ചെയ്യുക. മുൻകാലങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയിയെ ഒരിക്കലല്ല 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധി 71 ശേഷം ലോകത്തോട് ബംഗ്ലാദേശ് വിഷയം വിവരിക്കാനായി ചുമതലപ്പെടുത്തി, കാശ്മീർ വിഷയം സംസാരിക്കാനായി ചുമതലപ്പെടുത്തിയ ആളാണ്. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനിൽ 1994 നരസിംഹറാവു സർക്കാർ നിയോഗിച്ചതും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ്. ഇതം പ്രഥമമായിട്ടൊന്നുമല്ല. പക്ഷേ ലോകരാജ്യങ്ങൾ സന്ദർശിക്കാനായി ഇങ്ങനെ ഒരു 40ഓളം അംഗങ്ങൾ അടങ്ങുന്ന ടീമിനെ വിടുന്നത് ഒരുപക്ഷെ ആദ്യത്തെ ഒരു അവസരമാണ്, ആദ്യത്തെ ഒരു ഇൻസ്റ്റൻസ് ആണ്. വേണമെങ്കിൽ അതിനെ ഒരു ഡിപ്ലോമാറ്റിക് ബ്ലിറ്റ്സ് ക്രീഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാന്തര നേതൃത്വം ഇന്ത്യ എന്താണ് ഉദ്ദേശിച്ചത്, പാകിസ്ഥാൻ എന്താണ് കാശ്മീരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാശ്മീർ വിഷയം എന്തുകൊണ്ട് ഇന്റർനാഷണൽ വിഷയമല്ല, ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. അത് മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നും അതിർത്തി കടന്നു വരുന്ന ഭീകരതയുടെ ഇരഭാരതമായതെങ്ങനെ, ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്ത നിലപാടുകൾ എന്തെല്ലാമാണ്, പ്രത്യേകിച്ചും പഹൽഗാമിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും ഓപ്പറേഷൻ സിന്ദൂറും അതിന്റെ അടിസ്ഥാന ദർശനങ്ങളും വിവരിക്കുക, ലോകത്തെ കൺവിൻസ് ചെയ്യുക. പ്രത്യേകിച്ച് ദ ബിഗ് 5 സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിര അംഗങ്ങൾ, ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ 5 വീറ്റോ ഉള്ള 5 രാജ്യങ്ങളെ പ്രത്യേകമായി കാണുക എന്നതെല്ലാം തന്നെ ഈ വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിൽ വരുമ്പോൾ പ്രതിരോധം ഒരുക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ത്യ ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്. പക്ഷെ സെലക്ഷനകത്ത് ചില പുരികങ്ങൾ ഉയർന്നു എന്നത് സ്വാഭാവികമാണ്. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ തന്നെ ഒരുപാട് പരാതികൾ കോൺഗ്രസിന്റെ പട്ടികയെ സംബന്ധിച്ച് ഉയർന്നിട്ടുണ്ട്. പണ്ടൊക്കെ നേരത്തെ ഈ പാകിസ്ഥാൻ അനുകൂല പരാമർശങ്ങളും നിലപാടുകളും എടുത്ത നേതാക്കന്മാർ വരെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു പരാതി ഉയരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നത് ഈ ശശി തരൂര് ഈ ഒരു സംഘത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇവിടുത്തെ BJP ഗവൺമെന്റിന്റെ ഒരു മുഖമായിട്ട് മാറും എന്നൊരു ഭയം കൊണ്ടാണോ തരൂരിനെ അംഗീകരിക്കാതെ, ആ പേര് കൊടുക്കാതെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്? ഒരു ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിനെ മുൻപിൽ നിന്ന് തന്നെ വെല്ലുവിളിച്ചയാളാണ് തരൂർ. അങ്ങനെയാണല്ലോ കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നോമിനി ഉണ്ടായിരിക്കെ തന്നെ, മല്ലികാർജുൻ ഖാർഗെ എന്ന ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ഉണ്ടായിരിക്കെ തന്നെ ആ ഒരു വ്യവസ്ഥക്കെതിരെ മത്സരിക്കാൻ തയ്യാറെടുത്തത്. അത് അദ്ദേഹത്തിന് ഒരു 100ൽ പരം വോട്ടുകൾ കിട്ടി എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അതൊരു ഒരു തരൂറിന്റെ പാർട്ടിക്കുള്ളിൽ ലഭിച്ച ഒരു ചെറിയ ഒരു ഫുട് ഹോൾഡാണ്. അത് അദ്ദേഹം പിന്നീട് അധികം ക്യാപിറ്റലൈസ് ചെയ്യുന്നത് കണ്ടില്ല. അദ്ദേഹത്തെ ഘട്ടം ഘട്ടമായി കോൺഗ്രസിന്റെ ഒരു അകത്തളങ്ങളിൽ നിന്നും മാറ്റി നിർത്തി. പക്ഷേ പ്രവർത്തക സമിതിയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു എന്നത് വേണമെങ്കിൽ കോൺഗ്രസിന് പറയാം. മാത്രമല്ല, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ സ്ഥാനവും കോൺഗ്രസിന്റെ കൊടുത്ത ഒരു ഇതാണ്. കോൺഗ്രസ് കൊടുത്തത് ശശി തരൂരിനാണ്. അത് ആപ്റ്റ്ലി ഡൺ. അതുകൊണ്ട് ഭാഗികമായി മാത്രമേ തരൂറിന് കോൺഗ്രസിൽ നിന്നും നീതി ലഭിച്ചുള്ളൂ. പൂർണ്ണ നീതി ലഭിച്ചിട്ടില്ല. തന്റെ കഴിവിനും അർഹതയ്ക്കും ഒത്ത അംഗീകാരം കോൺഗ്രസ് പാർട്ടിയിലോ ഇന്ത്യ മുന്നണിയിലോ തനിക്ക് ലഭിക്കുന്നില്ല എന്ന പരിഭവം. അങ്ങനെയെങ്കിൽ തനിക്ക് തന്റേതായ ഒരു ലൈൻ വെട്ടി തുറന്നുകൊണ്ട് കോൺഗ്രസിൽ തുടരുകയും തന്റേതായ ഒരിടം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പൊതു രംഗത്തും ഒക്കുമെങ്കിൽ വിദേശ രംഗത്തും വിദേശകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തന്റെ അഭിപ്രായങ്ങൾക്ക് ലോകം കാതോർക്കുന്നുണ്ട്. ഇന്ത്യയിലെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു ജനത കാതോർക്കുന്നുണ്ട്.
തന്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല എന്ന് തരൂർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ തരൂർ ഒരു വ്യക്തി എന്ന നിലയിൽ കോൺഗ്രസിൽ അംഗത്വം നിലനിർത്തുകയും അതേസമയം തന്റേതായ ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അതിന്റെ നീതിശാസ്ത്രത്തെക്കുറിച്ച് ഒരുപക്ഷെ തർക്കങ്ങൾ ഉണ്ടാകാം. പക്ഷേ രാജ്യ താല്പര്യമാണ് ഈ ഘട്ടത്തിൽ. എന്റെ അഭിപ്രായം ഇതാണ്, രാജ്യത്തിന്റെ താല്പര്യം ഇൻവോൾവ് ആകുമ്പോൾ തരൂറിനെ പോലെ വൈഭവമുള്ള ഒരാൾ രാജ്യത്തിന്റെ നാവാകണം, രാജ്യത്തിന്റെ ശബ്ദമാകണം, രാജ്യത്തിന്റെ മുഖമാകണം എന്ന് ഇന്ത്യക്കാർ സ്വാഭാവികമായി ആഗ്രഹിക്കും. അതിനകത്ത് പാർട്ടിയില്ല, അതിൽ രാഷ്ട്രീയമില്ല. കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ, ശശി തരൂർ എന്ന ഇൻഡിവിജ്വൽ അദ്ദേഹം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പിക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ കോൺഗ്രസ് പാർട്ടി സ്വാഭാവികമായി കൊടുക്കേണ്ട പേരാണ്. അത് കൊടുക്കില്ല എന്നൊരു പക്ഷെ BJPക്ക് മുൻകൂട്ടി തന്നെ അറിയാം. അതുകൊണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി. തരൂറിന്റെ സ്കില്ല് ഉപയോഗിക്കുകയും ചെയ്യാം, കോൺഗ്രസിനെ വല്ലാതെ വെട്ടിലാക്കുകയും ചെയ്യാം. കോൺഗ്രസ് ഉയർത്തുന്ന ചില ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളുണ്ട്. പഹൽഗാമിന് പിന്നിൽ എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി ലാപ്സ് വന്നത്? സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് മുൻകൂർ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ളത് എന്തുകൊണ്ട് അവഗണിച്ചു? പുൽവാമയിൽ അവഗണിച്ചതുപോലെ ഇത് അവഗണിച്ചിട്ടുണ്ടോ? അവിടെ വേണ്ട രീതിയിലുള്ള സുരക്ഷാ സാന്നിധ്യം എന്തുകൊണ്ട് ഉണ്ടാകാതെ പോയി? അത് മാത്രമല്ല, ആ ഭീകരർ, അകൃത്യത്തിൽ കടന്നു വന്ന ഭീകരരാണ്, 26 പേരെ കൊന്ന ഭീകരർ, അവരെവിടെ? അവരിൽ ഒരാളെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിനു പുറമെയാണ് അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വിവാദം. അദ്ദേഹമാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. ഡൊണാൾഡ് ട്രംപ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ അനൗൺസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഏത് ലെവലിലാണ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ക്ലാരിഫിക്കേഷൻ പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ തരൂറിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തരൂർ വേറിട്ട ശബ്ദത്തിൽ സംസാരിക്കുന്നു, പി ചിദംബരം പോലും വേറിട്ട ശബ്ദത്തിൽ സംസാരിക്കുന്നു. മുൻകാലങ്ങളിൽ 23 കോൺഗ്രസ് നേതാക്കൾ നമുക്ക് 2022 വലിയ രീതിയിൽ കലാപക്കൊടി ഉയർത്തി. അവരിൽ ചിലരെല്ലാം കോൺഗ്രസിന് പുറത്തുപോയി, ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് അവർ നിന്നു. അവർ പിന്നെ കോൺഗ്രസിന്റെ മുഖ്യധാരയിൽ ചേർന്നു. പക്ഷേ പൂർണ്ണമായി കോൺഗ്രസിന്റെ നേതൃത്വം കംപ്ലീറ്റ്ലി ജെൽഡ് അല്ല, വിരുദ്ധ സ്വരങ്ങളിൽ സംസാരിക്കുന്നു എന്ന് പൊതുവെ നിരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് വലിയ വെല്ലുവിളിയാണ് പ്രതിപക്ഷത്തിന് പൊതുവെയും കോൺഗ്രസിന് പ്രത്യേകിച്ചും. അത് മാത്രമല്ല, ഘടകകക്ഷികൾ നിർദ്ദേശിച്ച ആളുകളെ എല്ലാം തന്നെ, MP-മാരെ എല്ലാം തന്നെ ഉൾക്കൊള്ളുകയും കോൺഗ്രസ് നിർദ്ദേശിച്ച MP-മാരെ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുക വഴി ഇന്ത്യ മുന്നണിയിൽ തന്നെ വ്യത്യസ്തമായ നിലപാട് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളോട് BJP നേതൃത്വം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യവും ഗവൺമെന്റും എടുക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാടും ചില കേന്ദ്രങ്ങളിലെങ്കിലും ഉയരുന്നുമുണ്ട്. വളരെ വ്യക്തമാണ്.